നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും നിറയെ വാർത്തയാണ്. നമ്മളെന്നും പൊതുവെ പറയാറുണ്ട് വാർത്ത കുറവുള്ള ദിവസം എന്നൊക്കെ. ഇന്ന് ഒരു രക്ഷയില്ലാത്ത വാർത്തയാണ്. രാവിലെ തൊട്ട് വാർത്തകൾ തള്ളിക്കയറ്റമാണ്. കേരളത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സകലയിടത്തും വാർത്തകളാണ്. ഒരു രക്ഷയില്ല. നമ്മൾ നമ്മൾ അന്തർദേശീയ തലത്തിലേക്ക് ഒന്നും പറയാതെ പോകണ ശരിയല്ലല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാലദ്വീപ് ഇന്ത്യ തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സൂഫ് പേരിൽ നിർത്തിയിരിക്കുകയാണ് നാട്ടുകാർ, സ്വന്തം നാട്ടുകാർ, നമ്മളല്ല. കാരണം നമ്മുടെ ഇവിടെ പ്രധാനമന്ത്രിയോ നമ്മുടെ വിദേശകാര്യമന്ത്രിയോ ഇന്ന വിഷയത്തിൽ പ്രതികരിച്ചിട്ടൊന്നുമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ലെന്ന് അവർക്ക് തോന്നിക്കാണ്. പക്ഷേ അവിടെ നാട്ടുകാർ പ്രശ്നത്തിലാണ്. അവരാകെ ഈ പ്രസിഡന്റിനെ പുറത്താക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. മൊയ്സൂരിനെ പുറത്താക്കണമെന്ന് ഒരു അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ആവശ്യം. ഇന്ത്യ പിണക്കിയിട്ടുള്ള ഒരു പരിപാടി നമുക്ക് ഭയങ്കര അപകടം ചെയ്യും എന്നാണ് പൊതുവെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളുടെയൊക്കെ തന്നെ നിലപാട്. ഇപ്പോൾ അദ്ദേഹം അവിടെ പോയിരിക്കുകയാണല്ലോ, ചൈനയിൽ പോയിരിക്കുകയാണല്ലോ. ഇനി 12-ാം തീയതി തിരിച്ചെത്തുള്ളൂ. ഏതായാലും ചില എങ്ങനെയെങ്കിലും ഇത് തലകൂറണമെന്നുള്ള അവസ്ഥയിലായി. ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാണെന്ന് ഇപ്പോൾ അവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ സന്ദർശിക്കാൻ തയ്യാറാണെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കാര്യം ചർച്ച ചെയ്തതാണ്. സാധാരണഗതിയിൽ മാലദ്വീപിൽ ഏത് പ്രസിഡന്റ് ചുമതലയേറ്റാലും ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കും. അത് നമ്മളൊരു നന്ദി സൂചകവും കൂടിയാണ്. നമ്മളവർ അത്രയും സഹായിച്ചിട്ടുണ്ട്. അതേസമയം ചൈനയിൽ പോയിരിക്കുന്നത് ഇയാൾ ആദ്യം പോയി തുർക്കിയിലാണ്, അത് കഴിഞ്ഞ് UAE പോയി, ഇപ്പോൾ ചൈനയിൽ പോയി. ഇനി 4ാമത്തെ രാജ്യം ഇന്ത്യയിൽ വരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ ഗവൺമെൻറ് അക്കാര്യത്തിനെ കുറിച്ച് ഇനി പ്രതികരിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഈ ചൈനയോടുള്ള അമിത വിധേയത്വം. കഴിഞ്ഞ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇദ്ദേഹം അവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യ ഔട്ട് എന്ന് എഴുതിയ ഒരു ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ്. ഇന്ത്യക്കാരെ പുറത്താക്കണം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഉന്നതവരുടെ നന്ദി കാണിക്കണം നമ്മൾ പൊതുവെ പറയാറുണ്ടെങ്കിലേ ഇവരെ ജീവിതം നിലനിർത്തിയ നമ്മളാണ്. ഇവർക്ക് ആപത്തൊന്നാലും നമ്മളൊക്കെ ഉള്ളൂ. അതേ ഉള്ളൂ. ചൈന സഹായമല്ല, പൈസ ബ്ലേഡാണ്. മറ്റേ പലിശ കൊടുത്ത സംഗതിയാണ്. തിരിച്ചു കൊടുക്കണം പൈസ. $2 ബില്യൺ കൊടുക്കാൻ, $2 ബില്യൺ തിരിച്ചു കൊടുക്കാണ്ട്. നമ്മളാണെങ്കിലോ അവർക്ക് സുനാമി വന്നപ്പോൾ എന്ത് വരുമ്പോഴും നമ്മൾ കൊടുക്കണം. കടമായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മളെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഈ ചൈനയെ പോലും പ്രതിസന്ധികൾ ഇതിനിടൊക്കെ തന്നെ വന്നു കഴിഞ്ഞോളൂ. ചൈനയിൽ നമ്മളിപ്പോൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കൊറോണ ആയാലും കോവിഡിന് ശേഷമൊക്കെ ചൈനയുടെ സാമ്പത്തിക ഘടനയൊക്കെ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട്. അപ്പം നശിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ചൈന ഒരു വശത്ത് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഈ മോഹന വാഗ്ദാനങ്ങൾ നൽകാൻ പണ്ടും ചൈന വിദഗ്ധരാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊടുക്കും. തൊട്ടപ്പുറം ശ്രീലങ്കയിൽ പോയി ചോദിച്ചാൽ മതി. മാലദ്വീപിലെ പ്രസിഡന്റ് അവർക്ക് കിട്ടിയ പണി. പാകിസ്ഥാന്റെ അവസ്ഥ ഇതാണല്ലോ. കുറെ കാലം കൂടെ അവർ സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർക്ക് സാമ്പത്തികം നേടാൻ പറ്റില്ല? ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോലെയുള്ള പറ്റാത്തൊരവസ്ഥയിലേക്ക്, അതിദയനീയമായ അവസ്ഥയിലേക്ക് അവർ എത്തി. അപ്പോൾ ഏതായാലും നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യക്ക് ലഭിച്ച ഈ ഒരു വലിയൊരു പിന്തുണ അത് വലിയ സംഭവമാണ്. മാത്രമല്ല ഈ ഇസ്രായേൽ വലിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൂറിസം പ്രൊമോഷൻ അവർ ഏറ്റെടുക്കാമെന്ന്. ലക്ഷദ്വീപ് ടൂറിസം പ്രൊമോഷൻ ഇസ്രായേൽ അവർ സഹായിക്കാമെന്ന് പറഞ്ഞു. എല്ലാ കാര്യത്തിലും, എല്ലാ അർത്ഥത്തിലും. ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ട നാളെ ഞങ്ങൾ തുടങ്ങാമെന്നാണ് ടൂറിസം പ്രൊമോഷൻ. അപ്പോൾ അതൊക്കെ ഒരു ഇസ്രായേൽ വിഷയത്തിൽ അവർക്കൊരു ആപത്ത് വന്നപ്പോൾ നമ്മൾ വളരെ കൃത്യമായി ഇടപെട്ടതിൻ്റെ ഒരു അങ്ങനെ ആയിരിക്കണം മനുഷ്യരായ. നമുക്ക് കുറച്ചൊരു നന്ദിയൊക്കെ വേണം. നമ്മളങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ലെങ്കിൽ പോലും നമുക്കെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും നന്ദി വേണം. നന്ദിക്കപ്പുറം ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഇതും കൂടെ ആയിരുന്നു നോക്കേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഒരു സുഹൃത്തുക്കളായ പോലും നമ്മൾ കണ്ടിറങ്ങി ചെയ്യുന്നത്. അവർക്ക് ഒരു ആപത്തൊന്നും ആദ്യമായിട്ട് ചെല്ലേണ്ട നമ്മളാണ്. അവർക്ക് വന്നപ്പോഴേ നമ്മൾ പോയിട്ടുമുണ്ട്. ഇപ്പൊ ഇസ്രായേലിനൊക്കെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം നമ്മളൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഇതിനകത്ത്. പരസ്പരം സഹായിക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും ഗുണമേ ചെയ്യുള്ളൂ. നമ്മൾ പരസ്പരം എന്തിനാണ് കലഹിച്ച് തീരുന്നതിനെ കാട്ടി ശത്രുക്കളായതിനെ കാണാൻ ശരിയാണ്. പക്ഷെ നമ്മൾ സൗഹൃദങ്ങളെ നിലനിർത്തണം. ഇയാൾ ചൈനയോട് അമിതമായ വിധേയത്വം പുലർത്തുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ചൈന സ്പോൺസേഡ് പ്രസിഡന്റാണ്. അപ്പം പിന്നെ തീർച്ചയായും അദ്ദേഹത്തിന് വേറെ വഴിയില്ല. ചിലപ്പം ഈ സ്നേഹം കൊണ്ടായിരിക്കില്ല, പേടിച്ചിട്ടെങ്ങാനും ആയിരിക്കും. ഇപ്പൊ തന്നെ ഇവിടെ തന്നെ മാലി സ്വദേശികളായ കുറെ പേര് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. എത്രയോ പേര് ചികിത്സയ്ക്ക് പഠിക്കാൻ കുട്ടികളെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്, വീട് വാടകയ്ക്ക് താമസിക്കുന്നു. അവർ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ ഒരു തീരുമാനം, ഇപ്പൊ കനഡിയൻ മറ്റേ ജീവനക്കാർക്ക് കൂടെ ഇനി പറ്റില്ല, പൗരത്വം നിഷേധിക്കുന്നത് പറഞ്ഞ പോലെ മാലദ്വീപുകാർക്ക് വരാൻ പാടില്ല തുടങ്ങി ഇവർ മൊത്തം കൊണ്ട്. കാരണം ഏകദേശം ഭൂരിപക്ഷം ഇതിന് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. കേരളത്തിലാണ് ഏറ്റവും അടുത്ത രാജ്യമല്ലേ, തൊട്ടടുത്തല്ലേ നമ്മള്. അപ്പം ഇവിടെ തന്നെ എത്രയോ ഹോട്ടലുകൾ വന്നു. മാലി ഫുഡ് വരെ ഞങ്ങൾ എന്താ പറയാ ലൂസ് ടോക്കിൽ കാണുന്നുണ്ട്. ഈ ഹോട്ടലുകളിൽ ബോർഡ് വെച്ചിരിക്കുന്നത് പോലെ മാലി ഭാഷയിലുണ്ട്. ഈ മെഡിക്കൽ കോളേജിന്റെ സമീപം ഉള്ളൂർ ഭാഗത്തുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. നമ്മള് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ സ്വാഭാവികമായിട്ട് ഇയാളെ പറയുമായിരിക്കും, ഇയാളെ ഈ വരുന്ന നാട്ടുകാർ മൊത്തത്തിൽ കൊണ്ടിളകിയിരിക്കുകയാണ്. അവിടുത്തെ വിദേശകാര്യമന്ത്രിയെ പാർലമെന്റ് വിളിച്ചു വരുത്തി ആളെ ശാസിക്കണമെന്നാണ് വേറെ ആരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാര്യം ഇവർക്ക് ഉത്തരവാദിത്തമില്ലാതെ പറയാൻ പറ്റുമോ? ഈ 3 മന്ത്രിമാർ പറയുമ്പോൾ അത് മന്ത്രിസഭയുടെ കൂട്ട് ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അപ്പം തന്നെ അവരെ പുറത്താക്കണമായിരുന്നു. ഈ മന്ത്രിക്ക് ചിലപ്പോൾ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഗുണങ്ങളും കണ്ടു, ചിലപ്പോൾ ചൈനയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, നക്കാപ്പിച്ചോല കിട്ടുമായിരിക്കും. അതിന്റെ പേരിൽ ഇത്രയും വരുന്ന ജനങ്ങളുടെ വെറുപ്പിച്ച് അവരേന്നും തെരുവിളി കേട്ട് നാട്ടിൽ ഇന്ത്യയിലേന്നും തെരുവിളി കേട്ട് അവരെ പിണക്കി അവരെന്ന് വലിയ എന്തോ ഒരു മണ്ടത്തരമാണ് അതൊക്കെ. മറ്റൊരു വാർത്ത എന്നുള്ളത് നമ്മുടെ ഗവർണർ വീണ്ടും അദ്ദേഹം വളരെ അതിസാഹസികമായി ധൈര്യപൂർവ്വം അദ്ദേഹം ഇന്ന് ഇടുക്കിയിൽ പോയി. ഇവർ വെല്ലുവിളിച്ചാൽ അദ്ദേഹം അവിടെ തന്നെ അവിടെ എത്തുന്നതാണ്. ഇങ്ങനെ ഒരു ഗവർണർ നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടില്ല. ഗവർണറിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
ഇതിന് എനിക്ക് തോന്നല ഇതൊരു പണിമുടക്ക് ഹർത്താലിന് വേണ്ടിയുള്ള ഇപ്പൊ സാധാരണ ഹർത്താലിന് വേണ്ടി നമുക്കൊരു പ്രായോഗികമായിട്ടൊരു തീരുമാനം എടുക്കാം. എന്താ ആ ഒരു വിഷയം അങ്ങനെ ആയിരിക്കും. ഇത് ഇത്രയും വലിയ ചെറിയ കാര്യത്തിനും ഗവർണർ വരുന്നതുകൊണ്ട് തന്നെ ഇത്രയും കടകൾ അടച്ചു എത്ര ആൾക്കാരുടെ ഒരു അല്ല ഇത് ഈ ഇവരുടെ പ്രധാന നയം എന്ന് പറഞ്ഞാൽ ഒന്നും തുറപ്പിക്കുകയല്ല, അടപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് തൊട്ടപ്പുറത്തെ അയൽ സംസ്ഥാനത്തെ ചെന്നൈയിൽ, തമിഴ്നാട്ടില് 6230 കോടി ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. അത് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2 ദിവസം നടക്കുന്ന ഈ ഒരു അവിടുത്തെ ഒരു ഈ എന്താണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അത് ഇവിടുത്തെ പോലെ എൻ്റെ മക്കൾക്ക് താ എൻ്റെ ബന്ധുക്കൾക്ക് താ എന്നല്ല പറയണത്. അവിടെ കൃത്യമാണ് എന്താണെന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ടോ അവൻ്റെ MO എഴുതി വാങ്ങിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ചെയ്തേ പറ്റൂ. BMW, നിസാൻ വന്ന ഒരു കണ്ടം വഴി ഓടിയല്ലായിരുന്നു. അവർക്ക് മനസ്സിലായി. അരെ ഇവിടെ പൂട്ടിക്കാനാണ്. ഇത് കണ്ടില്ലേ, ഇന്നിപ്പം തന്നെ കണ്ടില്ലേ, ഈ ഗവർണറെ തടയാൻ വേണ്ടി ഒരു ജില്ല സമീപിക്കാന്ന് പറഞ്ഞല്ലേ, അതൊക്കെ മോശമല്ലേ? സ്വാഭാവികമായിട്ടാണ് ഇതാണ് അവസ്ഥ. അല്ല ഗവർണർ പക്ഷേ അവിടെ ഇറങ്ങി, ഗവർണർ അന്നത്തെ പോലെ പുറത്തിറങ്ങി നിന്ന് പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പല വധശ്രമങ്ങളെ അതിജീവിച്ച ആളാണ്, ഇത് കണ്ടേ പേടിക്കില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇന്ന് അവിടെ പ്രകടനം നടത്തിയ CPM പ്രവർത്തകർ വളരെ സഭ്യമല്ലാത്ത വാക്കുകളാണ് ഗവർണർക്കെതിരെ ഉപയോഗിച്ചത്. കഴിഞ്ഞ ദിവസം MM മണി പറഞ്ഞതുപോലെ, MM മണി ശിഷ്യന്മാരാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാതയിൽ തന്നെ അവരും ഗവർണർ വളരെ മോശമായ ഭാഷയിൽ ഇവർ അത്ഭുതപ്പെടാല്ല കേട്ടോ. അതായത് നമുക്ക് ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് മാന്യമായിട്ടുള്ള ഭാഷ അല്ലെങ്കിൽ അങ്ങനെ സന്ധി അങ്ങനെയൊന്നുമില്ല ഇവർക്കെന്ന് പറഞ്ഞാൽ ഒന്നിൽ അവരെ എതിർക്കുന്നവരെ ഒന്നി വാ കൊണ്ട് തെറി കൊണ്ട് അഭിഷേകം ചെയ്തു അകറ്റുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ഞാൻ പറഞ്ഞു രക്ഷാപ്രവർത്തനം ചെയ്ത് തീർക്കുക. അല്ലാതെ ഇവരെ കൊണ്ട് എന്താണ് രക്ഷാപ്രവർത്തനം പറയുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഒരു കോമൺ ആയിട്ടുള്ള വാക്കായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഡിക്ഷണറി ചേർക്കാൻ പോയെന്നാണ് തോന്നുന്നത്. നമ്മളിനി ഇതിന് വാർത്ത കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. വലത് ഭൂകമ്പവും മറ്റേ വെള്ളപ്പൊക്കം കൊണ്ടാൽ രക്ഷാപ്രവർത്തകർ എത്തിയെന്ന് പറയുമ്പോൾ തല്ല ആളെത്തിയെന്ന് നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ വരും. അല്ല കേരളത്തിന് ആലോചിച്ച് നോക്കി നോക്കും, ഇവിടെ പ്രളയമൊക്കെ എല്ലാ വർഷവും വന്നു രക്ഷാപ്രവർത്തകർ പറയുന്നു പറയുമ്പോൾ അതിനെ കണ്ടി മുങ്ങിച്ചാവണെന്ന് വിചാരിച്ചാൽ മുങ്ങിച്ചത്തോ മറ്റേ ചെടിച്ചട്ടിയും ഹെൽമെറ്റും എല്ലാം ആയിട്ടാണ് വരണത്. സാറിന് നമ്മൾ മറ്റേ ഇവരൊക്കെ വിളിക്കുമല്ലോ, നമ്മുടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇത്തരം NDRF എന്തൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ വരുമല്ലോ. അതുപോലെ അവരൊക്കെ ഭയങ്കര സംഭവങ്ങളായിട്ടാണ് വരണം, ബോട്ട് ഇതൊക്കെ കൊണ്ടുവരും. നമ്മളതിന് പോലെ നമ്മൾ ചെടിച്ചട്ടിയും നമ്മൾ ഹെൽമെറ്റും ആയിട്ട് നമ്മൾ വരും. ഒരു വടി നീണ്ട വടിയും കൂടെ അടി, അത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഇന്ന് നമ്മൾ ലൂസ് ടോക്ക് പ്രധാന ചർച്ച ചെയ്യുന്നൊരു വിഷയം നമ്മുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് അറസ്റ്റ് ചെയ്ത രീതിയെക്കുറിച്ചാണ്. നിയമപരമായി അദ്ദേഹത്തിൻ്റെ പേരിൽ അവർക്ക് നടപടിയൊക്കെ എടുക്കാം, അറസ്റ്റ് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അവരുടെ നിയമം അനുസരിച്ച് ചെയ്യട്ടെ, അത് കോടതിയൊക്കെ മറ്റ് തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ ഈ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ കിടന്ന് പറഞ്ഞ ഒരാളിനെ 5 മണിക്ക് ഏതാണ്ട് തീവ്രവാദികളെ പിടിച്ചുകൊണ്ട് പോകും പോലെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു കേട്ടുകളില്ലാത്ത കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ്. അങ്ങനെ ഒരാളിനെ ഇത്രയും ഇതില് അത്ഭുതപ്പെടാല്ല, കാരണം നമ്മൾ എല്ലാവരും ഇത് അനുഭവിച്ചാണ് കേട്ടോ. അറിയായിരിക്കും നമ്മൾ അനുഭവിച്ച രാവിലെ തോറും രാവിലെ ആയില്ല അതിനു മുമ്പ് ഒരു സാധാരണ മാധ്യമ പ്രവർത്തനം അയാൾ അവിടെ ഉണ്ട്, അയാളുടെ വീട്ടുകാരോടൊപ്പം തന്നെ ഉണ്ട്, അയാൾ വേറെ രാജ്യദ്രോഹിയൊന്നുമല്ല. ആ ഒരാളെ പിടിക്കാൻ വേണ്ടി ഒരു ജീപ്പ് ഒരു ഫോഴ്സിനെ കൊണ്ട് വരുന്ന എല്ലാവരും വീടുകളിൽ നമ്മൾ ഓർമ്മയുണ്ടോ, ഞങ്ങൾ അതിന് പലവണ പറഞ്ഞാണെന്ന് ആവർത്തിക്കുന്നില്ല, ആവർത്തന വിരസത കേട്ടോ. എങ്കിൽ പോലും സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നടന്ന ഈ പരാക്രമങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളെ സ്വന്തമായിട്ട് അനുഭവിച്ചതാണ്. മനസ്സിലാവും. ഇവിടെ ഓഫീസിൽ നിന്ന് ഒരു കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ 1, ഞങ്ങളൊക്കെ വീടുകളിൽ ചെന്ന് കാണിച്ച അക്രമങ്ങൾ 2. അങ്ങനെ അത് ഇതുവരെ പലർക്കും നമ്മുടെ ഫോണോ കമ്പ്യൂട്ടറോ പോലും ഉപകരണങ്ങൾ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇല്ല നമ്മുടെ ഫോണും മാച്ച വരാൻ കയ്യിൽ വെച്ചിരുന്നു, അവിടെ എല്ലാം അടുക്കി വെച്ചിരുന്നു. അന്ന് വന്ന ആ ഒരു പോലീസ് ദിവസത്തിന്റെ സന്തോഷം കാണരുത്, കാണാൻ അദ്ദേഹം ഭയങ്കര ഇങ്ങനെ ആനന്ദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ട്. അല്ല അപ്പോൾ ഇത് രാഹുലിന്റെ കാര്യത്തില്ലേ, അപ്പോൾ ഈ തിരുവനന്തപുരത്ത് നടന്ന അന്ന് സമരവുമായി ബന്ധപ്പെട്ടുള്ള ലാച്ചാത്തിൽ അന്നുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ചെയ്യുകയല്ലേ ഇത്. അയാൾ ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോകാനുള്ള ഒരു സാധ്യതയില്ല. മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് എന്തോ ആവശ്യത്തിന് തന്നെ ഒരു ബൈറ്റിൻ്റെ കാര്യത്തിന് വിളിച്ചപ്പോൾ പുള്ളി ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോഴത്തെ ഈ പനി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു നമുക്ക് തന്നെ അറിയാം, ഇപ്പോഴത്തെ പനി വല്ലാത്ത മനുഷ്യനെ ശരിക്കും ഉപദ്രവിക്കും. നമ്മളല്ലാതെ അനുഭവിച്ചാണ് ഈ പനി വന്ന് നമ്മൾ ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത്. അങ്ങനെ പനിയായി കിടന്ന ഒരാൾ രാജ്യം വിട്ടു പോകാനെന്നുള്ള ഒരു സാധ്യതയില്ല, പോലീസിനെ കണ്ടുകൊണ്ട് ഇറങ്ങി ഓടാനുള്ള സാധ്യതയില്ല. ഇതിനകത്ത് വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് അറസ്റ്റ്, അത് രണ്ടാമത്തെ കാര്യം. ഈ രീതിയിൽ എന്തുകൊണ്ട് അറസ്റ്റ് പുലർച്ചെ ഇത്രയും പേര് ഇത്രയും വലിയ ഫോഴ്സുമായിട്ട് പോയിട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? രാവിലെ മാങ്കൂട്ടത്തിൻ്റെ അമ്മേനെ പറഞ്ഞിട്ട് രാവിലെ ഇവർ ഇങ്ങനെ വാതിലെല്ലാം ഇടിക്കും, വാതിൽ ജനലെല്ലാം ഇടിക്കുകയാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവർ വീട്ടിലെന്തോ ജോലി ചെയ്യാൻ പറഞ്ഞ സഹായിക്കാൻ എന്ന് പറഞ്ഞ ഒരാൾ, റബ്ബർ ഓടാൻ എന്തോ പറഞ്ഞ ഒരാളാണെന്ന് കരുതി. പക്ഷെ അയാൾ ഇങ്ങനെ വാതിൽ ജനൽ ഇടിക്കില്ലെന്ന് പറഞ്ഞു. ചുറ്റും കൂടിയിട്ടാണ് വീടിന് ചുറ്റും പോലീസ് ഒരാളെ പിടിക്കാൻ വന്നതാണ്. സത്യം പറഞ്ഞാൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഒരു ജീപ്പ് വന്നത് തന്നെ കൊണ്ടുവന്നുള്ളൂ. മാത്രമല്ല
ഇത് ഇയാളെ പിടിവിടാൻ വേണ്ടി കൊണ്ടുപോയ ആ പോലീസ് സംഘം ഉണ്ടല്ലോ അവർക്കൊന്നും അറിയില്ലായിരുന്നു കൃത്യമായിട്ട് ഇത് എവിടെയാണ് പോകുന്നത്. ഏതോ ഒരു DSPക്ക് മാത്രമേ അറിയാം, അദ്ദേഹത്തിന് മാത്രമേ സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിരുന്നുള്ളൂ. ഇവർ നേരെ വീട്ടിൽ ചെന്നിട്ടാണ് അറിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടാണ് പിടിക്കാൻ വന്നതാണെന്നുള്ളത്. അപ്പോൾ ഇത് പലപ്പോഴും നേരത്തെ PC ജോർജിനെ ഒരു അറസ്റ്റ് ചെയ്ത് ഓർമ്മയുണ്ട് ഇതുപോലെ. അത് തന്നെ അതും അവസാനം സംഗതി നാറി. അപ്പോൾ ഇത് ഒരു ജനാധിപത്യമാണെന്നുള്ള കാര്യമൊക്കെ ഇവർ മറന്നു പോകുന്നു എന്നുള്ളതാണ് കാര്യം. ഇവരൊക്കെ തന്നെ സദാസമയം പ്രസംഗിക്കാനുള്ള കാരണം അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമ്മൾ അന്ന് തീരെ കുഞ്ഞുങ്ങളായിരുന്നു, നമുക്ക് ഓർമ്മയില്ലെങ്കിലും പറഞ്ഞു കേട്ടിടത്തോളം ഇതിനേക്കാളും ഭേദമായിരുന്നു. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു 2 മാസം കുറേ കാലമൊന്നും പറയാനില്ല, കുറേ കാലം വെച്ചാലും നമുക്ക് മോശമല്ല പറയാനുള്ളത്. പക്ഷേ എന്നാൽ ഈ അവസാനത്തെ 1 മാസം ഈ നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷം ഇവിടുത്തെ ആഭ്യന്തര സ്ഥിതി അല്ലെങ്കിൽ പോലീസുകാരുടെ പണി ഇവിടെ മൊത്തം താറുമാറായി കിടക്കുന്നത്. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കൂ, ഈ പോലീസുകാരെല്ലാം കൂടെ ഒരു സൈഡിൽ ഗവർണറെ സംരക്ഷിക്കാനും മറ്റുള്ളവന്മാരെ അടിച്ചോട്ടിക്കാനും വേണ്ടി അങ്ങനെ നവകേരള സദസ്സിന്റെ പേരിൽ കുറെ എണ്ണം വേറെ ആ സൈഡിൽ കൂടെ പോയി. ഇപ്പൊ ഈ ഒരു അറസ്റ്റ് പേര് വേറെ സൈഡിൽ കൂടെ വേറെ പ്രശ്നമുണ്ട്, ആരും അറിയില്ല. ശബരിമലയിൽ വേണ്ടത്ര പോലീസുകാരില്ല, അവിടെ തിരക്ക് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടത്ര പോലീസ് സംവിധാനമില്ല. അങ്ങനെ ഇവിടുത്തെ പോലീസിന്റെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് ഇവരൊരു പാവയെ പോലെ ഈ ആഭ്യന്തരം കീ കൊടുത്ത് വിടുന്ന പാവയെ പോലെ നാനാ ഭാഗത്ത് കിടന്ന് ഓടുന്നു. എന്തൊരു അവസ്ഥയാണെന്ന്. നമ്മുടെ കേരള പോലീസ് വളരെ ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസ് സേന തന്നെയാണ് എല്ലാ കാര്യത്തിലും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കൈയും കാലും കെട്ടിയതിന് ശേഷം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനായാലും ആരാണെങ്കിലും അവരെ വീട്ടിൽ ചെന്ന് പിടിക്കാൻ അവർ സർക്കാരിൻ്റെ ആവശ്യപ്പെടുമ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ തന്നെ കാര്യങ്ങൾ അറിയപ്പെടും. നമ്മളെല്ലാവരും ജീവനക്കാരുടെ വീടുകളിലെത്തിയതും 2-3 മണിക്കൂർ ഓരോ വീടുകളിൽ ഇവർ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയതും ഒക്കെ നമുക്കിപ്പോൾ നല്ല ഓർമ്മ. നമ്മളെ കൊണ്ടുപോയ സാധനം തിരിച്ചു കിട്ടിയിട്ടുമില്ല. മണിക്കൂറോ രാവിലെ 11 മണിക്ക് വന്ന പോലീസുകാർ ഇവിടുത്തെ രാത്രി 1 മണിക്കാണ്. 11 മണിക്ക് മുമ്പ് എല്ലാ സാധനവും പറക്കി കെട്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ വെയിറ്റ് ചെയ്യാണ് കോളിന് വേണ്ടി. അത് 1 മണി വരെ മെനക്കെടുത്തിക്കാന്നുള്ളതാണ്. 1 മണിയായപ്പോൾ അതിന് പോയിക്കൊള്ളാൻ പറയും, ഇനി ഫോണൊക്കെ എടുത്തതിന് കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അപ്പോൾ ഇത് നമ്മുടെ വീട്ടുകാർ പലപ്പോഴും അവർക്ക് ഇതുവരെ കുറച്ചുകൂടെ ബന്ധമുള്ള കുടുംബങ്ങളായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പേടിക്കില്ല. അല്ലാത്തവരാണെങ്കിൽ അവർ ഭയം തോന്നും, പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്ക്. ഇത് വേറെ ലക്ഷ്യം ഇത് തന്നെയാണ്. കാരണം എങ്ങനെയും മാനസികമായിട്ട് അത് ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. കാരണം നമ്മളെ വിഷമിപ്പിക്കാൻ കുഴപ്പമില്ല, നമ്മുടെ വീട്ടുകാരെ സ്വാഭാവികമായിട്ടല്ലേ. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളിലായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഇത്രയും ദിവസം ഇല്ലാണ്ട് വീട്ടിൽ തന്നെ പോയിട്ട് ഇത്രയും വലിയ നാടകീയത ക്രിയേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? ആ വീട്ടുകാരെ വിഷമിപ്പിക്കുന്നത്. ഒരു അമ്മയുടെ വിഷമം, അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, അയാൾ രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഇതൊക്കെ ഈ വന്നെയാണ്. പക്ഷെ വീട്ടുകാരെ മാനസികമായിട്ട് തളർത്തുക, അവിടെ ചുറ്റുമുള്ളവരെ നടുവിൽ ഇദ്ദേഹത്തെ ഒരു തീവ്രവാദി പിടിക്കാൻ വരുന്നതിലേക്ക് ഭാവിക്കുക. നമ്മളെ തന്നെ ആലോചിച്ചു, നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു ഇപ്പൊ നമ്മുടെ ഈ ഓഫീസിൽ തന്നെ എത്രയും പേർക്ക് വരാം, ഇവർക്ക് എന്ത് അന്വേഷിക്കണം, ഒരു രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരെ കുറിച്ചും അറിയാം. അല്ലെങ്കിൽ തന്നെ നേരിട്ട് വിളിപ്പിച്ചാൽ എല്ലാവരും പോകാൻ സന്നദ്ധരുമാണ് ഇവിടെ ഉള്ള എല്ലാവരും. എന്നിട്ട് എന്താണ് രാവിലെ ആവും മുന്നേ തന്നെ നേരം പുലരുമ്പോൾ തന്നെ ഓരോരുത്തരുടെ വീട്ടിൽ പോയി അവരെയൊക്കെ പ്രതി എന്ന രീതിയിലാക്കി ആ രീതിയിലൊക്കെ ചിത്രീകരിച്ച് നമ്മളെ മൊത്തം നാണം കെടുത്തുക. നാട്ടുകാരുടെ മുമ്പ് പെട്ടത് നമ്മുടെ വനിതാ ജീവനക്കാരെ പലരെയൊക്കെ തന്നെ നാട്ടുകാരെ അപമാനിക്കുന്ന രീതിയിലാണ് ഒരു പെരുമാറിയത്. ഇതും പോലെ തന്നെ സൈബർ ആക്രമണം വേറെ. ഈ വനിതാ ജീവനക്കാരെ അടക്കം തന്നെ നമ്മൾ പറയുന്ന രീതി ഒരു മാനസിക പരിഗണന പോലും നൽകാതെ പറയുന്ന രീതി എല്ലാം കൊണ്ട്. അല്ല, എനിക്കിത് ഇന്ന് രാവിലെ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ നടത്തിയ പോലീസിൻ്റെ ഈ 5 മണിക്ക് എന്നതും പിടിച്ചതൊക്കെ കാണുമ്പോൾ എനിക്ക് വേറെ സംഭവം ഓർമ്മ. ഇതുവരെ നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ പോലും ഓർമ്മ ഉണ്ടായിരിക്കും. NIA വന്ന് നമ്മുടെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെ പിടിച്ചുകൊണ്ട് വരുന്ന ദിവസം അവർ പോലെ പുലർച്ചെ തന്നെയാണ് വന്നത്. പക്ഷേ അവർ കേരള പോലീസിന് വിവരം അറിയിച്ചില്ലായിരുന്നു. എന്തുകൊണ്ട് വിവരം അറിയിച്ചില്ല അതിപ്പോൾ മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവർ നേരെ വന്ന് ഈ നേതാക്കന്മാരെ കൃത്യമായിട്ട് വീട്ടിൽ ചെന്ന് അവരെല്ലാം അങ്ങ് പൊക്കി വളരെ സുരക്ഷിതമായിട്ട് കോഴിക്കോട്ട് വിമാനത്താവളത്തിലുണ്ടായിരുന്ന വിമാനത്തെ കയറ്റി അങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് ഇവർ കേരള പോലീസിനും വിവരം അറിഞ്ഞുള്ളൂ. അപ്പോൾ കേരള പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമുക്ക് അറിയുകയും ചെയ്യാം. ഈ നേതാക്കന്മാരാരെയും കിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിളപ്പങ്ങനത്തെ ഓപ്പറേഷനുകളൊക്കെ ഗംഭീരമാണ്. പക്ഷെ അത് ആരുടെ വീട്ടിലാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ പ്രധാനം. ഇവരിങ്ങനെ മനഃപൂർവ്വം കാണിച്ച് സ്വയം കോമാളിയിട്ട് എന്താണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, അടിയന്തരാവസ്ഥ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പലരെയും ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വഴിയിൽ നിന്നോ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോയി പോലീസ്, അതുപോലെ നല്ല പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടു. പക്ഷേ ഈ ഒരു രസകരകാര്യം അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ ഇവർ ഭയങ്കരമായിട്ട് തകർക്കുമ്പോഴേ ഈ അടിയന്തരാവസ്ഥ കാലത്ത് എത്ര CPM നേതാക്കൾ ജയിലിൽ കിടന്നു എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഈ പറയുന്ന പലരും അവിടെ ജയിലിലൊന്നും ഇല്ലായിരുന്നു, ജയിലിൽ പോലീസ് പിടിച്ചിട്ടില്ലായിരുന്നു. ഇവർ പലരും വളരെ സുരക്ഷിതരായി, ചിലർ ഗവേഷണം നടത്താൻ പോയവരുണ്ട്, വേറെ വഴിക്ക് പോയവരുണ്ട്. എല്ലാവരും സേഫായിരുന്നു. ഈ CPMൻ്റെ കേരളത്തിൽ ഉന്നതനായ ഒരു നേതാവിനെ പിടിച്ചവരകത്തിട്ടില്ലായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രം, പ്രധാനപ്പെട്ട സെക്കൻഡ് ഗ്രേഡിൽപ്പെട്ടവരാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറേ പേർക്ക് ലോകപ്രവർത്തനം ഏറ്റവും എന്നുള്ള സത്യമാണ് അന്ന് അടിയന്തരാവസ്ഥ കാലത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് എപ്പോഴും വികാരഭരിതരായി പറയുന്ന നമ്മളെ മുഖ്യമന്ത്രിനെ പറയണം. അദ്ദേഹം തന്നെ മറ്റേ MLA ആയിരുന്നപ്പം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഭീകരരായും മർദ്ദിച്ചതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘം കേരളം ഭരിക്കുമ്പോൾ ഞങ്ങൾ
ഈ എന്താണ് പോലീസിൽ നിന്നൊക്കെ പ്രശ്നമില്ലാത്ത രീതിയിൽ നടന്നിരുന്ന ആളുകൾ ഇപ്പം എന്ത് കാര്യത്തിനും അവർക്ക് അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് തിരിയണമെങ്കിലും ഇപ്പം പോലീസുകാരെ സഹായമാണെന്നുള്ളിടത്ത് സഹായമല്ലല്ലോ, സഹായത്തിനും അപ്പുറം ഇവരെ കൊണ്ട് അതെ ചെയ്യിപ്പിക്കാൻ ചെയ്യിപ്പിക്കാൻ കാര്യം പോലീസുകാർ അവർ മനുഷ്യരാണ്, അവർ ജീവനക്കാരാണ്, അവർക്കറിയാം, അവരുടെ ബുദ്ധിമുട്ട് അവർക്കറിയാം. പക്ഷേ അവർക്ക് അന്ന് ഇവിടെ വന്ന പോലീസുകാർ തന്നെ അവർ പലരുടെ സംസാരം നമുക്ക് മനസ്സിലാവും, അവർ നിസ്സഹായരാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് എന്ത് ചോദിച്ചാലും മോളിൽ നിന്നുള്ള ഓർഡർ ആണെന്ന് മാത്രം മുകളിൽ നിന്നുള്ളതാണ്. അവർക്ക് അത്രേ പറയാൻ പറ്റും. നമ്മളത് സിനിമ പറയില്ല കോൾ ഫ്രം ദ ടോപ്പ് എന്ന് പറയുമല്ലോ ഇടയ്ക്കിടയ്ക്ക്, അതുപോലെ കോൾ ഫ്രം ദ ടോപ്പ് വരുമ്പോൾ പോലീസുകാരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് ചിന്തിക്കണം. കാരണം നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇതൊക്കെ ചെയ്ത ചില സംസ്ഥാനങ്ങളുണ്ട്, പശ്ചിമ ബംഗാളിലേക്ക് പോലെയുള്ള. പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് അവിടെ സിദ്ധാർത്ഥ ശങ്കറെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ഇവിടത്തെക്കാൾ ഭീകരമായിരുന്നു. പലരും ജീവനോടെ പിന്നെ തിരിച്ചെത്തിയിട്ടില്ലെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് പറഞ്ഞാണ് 77 ഈ CPM അവിടെ ആദ്യമായിട്ട് അധികാരത്തിലേറിയത്. പക്ഷേ ഒരു ടേമം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ അധികാരത്തിൻ്റെ സുഖം മനസ്സിലായി, പോലീസുകാരെ കൊണ്ട് ദൂരം ചെയ്യിക്കുന്നതിൻ്റെയൊക്കെ. പിന്നെ അവരങ്ങോട്ട് അത് എന്താണ് ഉല്ലസിക്കുകയായിരുന്നു. കോൺഗ്രസ് അവിടെ നിഷ്പ്രഭമായി തകരം തരിപ്പണമായി ചോദിക്കാനും പറയാൻ ആരില്ലാത്ത അവസ്ഥ. പതിറ്റാണ്ടോളം അവരങ്ങ് ഭരിച്ച് ഇപ്പോൾ അവിടുത്തെ പഴയ ഏരിയ കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറിയും ജില്ലാ ഭാരവാഹികളൊക്കെ ഇവിടെ തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോട്ടും ഒക്കെ വന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് അവിടെ ഒരു MLA ഇല്ല CPM പശ്ചിമ ബംഗാളിൽ, പട്ടപ്പൂജയാണ്, ഒരു MLA ഇല്ല. കഴിഞ്ഞ ദിവസം വൃന്ദക്കാരായിട്ട് നമ്മുടെ ഗവർണറെ വെല്ലുവിളിച്ചിരുന്നല്ലോ, കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ അദ്ദേഹം നിങ്ങൾ മത്സരിച്ചിട്ടുണ്ടോ അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അതുപോലെ കൃത്യമാണ്, ഇവർ മത്സരിച്ചിട്ടില്ല. അന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് വന്നത്. സീതാറാം യെച്ചൂരി ആണെങ്കിലും ബൃന്ദക്കാരാണെങ്കിലും ഒക്കെ തന്നെ അവർ പശ്ചിമ ബംഗാളിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് വന്നത്. ഇനി ഒരു രാജ്യസഭയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുകയില്ല. പക്ഷേ അവിടെ ഇനി ഇല്ലല്ലോ, 0 MLA വരെ പിന്നെ ഉള്ളിടത്ത് എങ്ങനെ ജയിക്കും രാജ്യസഭയിലേക്ക്? സംബന്ധിച്ച് അവർക്കിപ്പോൾ സുഖകരമായിട്ടുള്ള സമയമല്ലേ. കാരണം പണ്ടത്തെ പോലെ ഇനി അധികം ആൾക്കാരില്ല, ഏകോപിപ്പിക്കാനൊന്നും വലിയ സംസ്ഥാനങ്ങളൊന്നും ഇല്ല. ഒരിടത്ത് മാത്രം കേന്ദ്രീകരിച്ചതില്ല, എവിടെയും മേളിൽ ഇരുന്നിട്ട് ഇവരെ മാത്രം നോക്കാൻ വന്നില്ല. അവർക്ക് എന്തും പറയാം, വേറെ സമയം പോകണ്ടേ, അതൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ. ഇങ്ങനെ കമ്മ്യൂണിസം എന്നുള്ള സംഭവം സത്യം പറയാൻ ഇവിടുന്ന് ജനങ്ങളിൽ നിന്ന് വല്ലാണ്ട് അകന്നു കഴിയും. കാരണം പക്ഷേ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇവിടെ പ്രതിപക്ഷം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ആ ഒരു നിർജ്ജീവാവസ്ഥയൊക്കെ വിട്ട് ഇപ്പോൾ രാവിലെ അങ്ങോട്ട് കുറേ ചെറുപ്പക്കാരെ നല്ല ആളൊക്കെ വരികയും അവർ വളരെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അപകടകരമാണ് എന്നുള്ളത് CPM മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നേതാക്കന്മാരെല്ലാം കള്ളക്കേസ് കൊടുക്കുക, അതല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ വീട് വളഞ്ഞ് തീവ്രവാദികളാണ് രീതിയിൽ പോലീസ് വിളിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. എന്നിട്ടും ഇപ്പോഴും എനിക്കൊരു വിഷമമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നിട്ടും ഈ സീനിയർ താരങ്ങൾ ഈ കട്ടെ കളത്തിന് പുറത്ത് നിന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നവരാണ് ഇതുവരെ കളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇത് നേരെ ഇപ്പൊ എതിരെയാണെങ്കിൽ ഇപ്പൊ ഇത് ഈ ഒരു സംഭവം ഇപ്പം ഭരണപക്ഷത്തു നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും പറ്റിയിരുന്നുണ്ടെങ്കിൽ അവരൊരു ഗ്രൂപ്പായിട്ട് ഇറങ്ങും അവരതിനു വേണ്ടി. തിരിച്ച് കേരളം ഭരിച്ചത് കോൺഗ്രസ് ആണ്, UDF ആണ്. ഇത് CPM കാരൻ ഇതുപോലെ വീട്ടിൽ റൈഡ് ചെയ്തെങ്കിൽ അയാൾ തിരിച്ച് കൊണ്ടുപോകില്ല. പ്രതിപക്ഷം നിർജീവമാകുമ്പോൾ ജനങ്ങൾ നിർജീവമാകുന്ന അവസ്ഥയാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാനാണ് അവിടെ പ്രതിപക്ഷം നമ്മുടെ പ്രതിനിധിയാണ്. അപ്പൊ അവര് തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാരണം ഇത് പിന്നെ ആവർത്തിക്കുകയുള്ളൂ. ഈ ആവർത്തിക്കാൻ കാരണം അതുകൊണ്ടാണ് ഇങ്ങനത്തെ നടപടികൾ വീണ്ടും ഇപ്പൊ നന്ദി തന്നെ നമ്മുടെ ഈ ഓഫീസും വീടുകളും റൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷം പോലെയുള്ള പാർട്ടികൾ കുറച്ചുകൂടെ ആർജവത്താണ്. എനിക്ക് തോന്നുന്നു 1-2 മാധ്യമ സംഘടനകളും നമ്മളെ പോലെ കുറച്ച് പേരും മാത്രമാണെന്ന് സംസാരിച്ചത്. അല്ലാണ്ട് എല്ലാവരും മൊത്തത്തിൽ ഒരു ആഗോളതരമായിട്ട് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരില്ല. എല്ലാവർക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ വാ തുറന്ന ഇതുപോലെ അടച്ചിടുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ എന്തുകൊണ്ടാണ് കൊണ്ടുവന്ന ഈ സാഹചര്യത്തിൽ കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് ആരും പറയുന്നില്ല. പ്രതിപക്ഷമൊക്കെ വെറും എന്താ പറയാ നോക്കൂത്തിയായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. അവരെ ഒരു കൂട്ടത്തിലുള്ള ഒരാളെ പിടിച്ചിട്ട് പോലും ഇതുവരെയും വാർത്താളം അടിക്കുന്നതല്ലാണ്ട് വേറെ ഒരു കാര്യം നടക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ആത്മീയതയിൽ ഒരു വാക്കുണ്ട്, സർവം സാക്ഷ്യഭൂതം എന്ന് പറയും. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കണം, കാണണമെന്നാണ്, നമ്മളെല്ലാം കാണണമെന്നാണ്. അപ്പോൾ അതുപോലെയാണ് ഇവരെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവർക്ക് ഭയമുണ്ട്. കാര്യം അവരെയൊക്കെ പേരിലും കാണുമല്ലോ, ഇതുപോലെ ആരോപണങ്ങളും പ്രശ്നങ്ങളും അന്വേഷണവും ഒക്കെ കാണും. പിന്നെ ഒരു അന്തർധാര കാണുമല്ലോ, ഇവരുടെയൊക്കെ എല്ലാവരുടെ മക്കൾ തമ്മിലുള്ള ബിസിനസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പലരും ഭയക്കും. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും കേരളത്തിലെ UDF രണ്ടാമത്തെ കക്ഷിയെ ലീഗ് വേണ്ടിയിട്ടില്ല. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച്, ഈ നടക്കുന്ന ഈ പരാക്രമങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അവരൊന്നും വേണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പം ചോദിക്കുകയാണെങ്കിൽ ഒരു വാക്ക്, ഇത് ശരിയല്ല, ഇത് കേരളമാണെന്ന് എന്തെങ്കിലും വന്നു ഖേദകരമാണ്, ഇത് ശരിയല്ല, ജനാധിപത്യ വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞങ്ങ് ഒഴിയും. അതേ ഉള്ളൂ. പിന്നെ ഉള്ളത് UDF ജോസഫ് ഗ്രൂപ്പാണ്. അവിടെ ഇപ്പോൾ അദ്ദേഹം പിന്നെ PA ജോസഫ് അല്ലെങ്കിൽ മോഹൻ ജോസഫ് ആണുള്ളത്. അവരൊന്നും അത്ര സജീവമല്ല ഇപ്പോഴും. മാണി ഗ്രൂപ്പ് എന്നൊരു വലിയൊരു ഭാഗം അവിടെ നിന്ന് വിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ തുടങ്ങിയാൽ ഇവരെല്ലാം ഈ വലിയ സമരം ചെയ്ത് തല്ലുകൊണ്ട് വന്ന ഒരു സമൂഹമാണ് ഈ SFയുടെ അല്ലെങ്കിൽ ഇന്നത്തെ CPM തലപ്പത്തിരിക്കുന്ന എല്ലാവരും തന്നെ.
അങ്ങനെയുള്ളവർ വരുമ്പോൾ അവർ കുറച്ചൊരു ജനാധിപത്യം പണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും കിട്ടിക്കോട്ടെ എന്നുള്ള റാഗിങ്ങിൻ്റെ മെൻറ്റാലിറ്റി ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, എനിക്കൊന്ന് അന്നൊക്കെ പ്രക്ഷോഭമാണ് അല്ലെങ്കിൽ ഇതുപോലെ അറസ്റ്റ് ചെയ്യുന്ന അത്രയും വലിയ സെൻസിറ്റീവ് ഇഷ്യൂ ആയിരിക്കും. ഇതിപ്പം വാ തുറക്കുന്നവരെ എല്ലാവരും അടിച്ചു കയറ്റി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയതിന് ഈ ഒരു തീവ്രവാദി പിടിക്കും പോലെ പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അതൊന്നും സങ്കല്പിക്കാൻ കഴിയുന്നത്. എത്ര പേരാണ് ഇവിടെ, എത്രയോ പോലീസ് വണ്ടികൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അദ്ദേഹത്തിന് തലയിറങ്ങി പിടിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഉള്ള രീതി ഇങ്ങനെയാണ്, ഇങ്ങനെ പ്രതിഷേധിക്കാൻ പറ്റില്ല. അല്ല, ഈ നമ്മുടെ എൻ്റെ അച്ഛൻ എപ്പോഴും പറയാം, അച്ഛൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ജോലി, അന്നത്തെ കാലം 70-കളിലെ മറ്റുമാണ്. സുരേഷ് കുറുപ്പൊക്കെ വലിയ പ്രധാന നേതാവായ സമയത്ത് ഒരിക്കലുണ്ടായ ലാബ് ചാർജുകളാണ്. സുരേഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ള അന്നത്തെ SFIയുടെയും ASFിൻ്റെ ഒക്കെ നേതാക്കളെ പോലീസ് ഭീകരമായി തല്ലി. അവസാനം അച്ഛൻ പറഞ്ഞു ഈ സുരേഷ് കുറുപ്പിനെ എടുത്തുകൊണ്ട് പോയായിരുന്നു പറഞ്ഞു. വെച്ചാൽ അത്ര അവശരായിരുന്നു അവർ, അത്ര ഭീകരമായി തല്ലി പോലീസ് അവർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരന്ന് സമരം ചെയ്തൊക്കെ തന്നെ പ്രധാനപ്പെട്ട നല്ല അവകാശങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് തന്നെ സമരം ചെയ്ത്. യൂത്ത് കോൺഗ്രസും ഇവിടുത്തെ മനുഷ്യൻ്റെ അവകാശങ്ങൾ തന്നെയാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സമരം ചെയ്താൽ ഞങ്ങളെ അടിച്ചാൽ അത് മഹത്തായ കാര്യം, നിങ്ങളെടുത്തിട്ട് നിങ്ങളെല്ലാം കുഴപ്പക്കാരന്മാരാണെന്നുള്ള ഒരു ചിന്ത ശരിയല്ലല്ലോ. ഇന്നിപ്പോൾ ഒരു പരിധിക്ക് അപ്പുറം പ്രതിഷേധം മതി. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റഡ് പോലെയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ സ്ഥിരം സെക്രട്ടറിയിൽ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ഫോർമാറ്റ് അറിയാം. ഇപ്പൊ സമരത്തിന് പോകുമ്പോൾ എങ്ങനെ ആദ്യം ഒരു നേതാവ് വന്ന് ഉദ്ഘാടനം ചെയ്യും, അദ്ദേഹം കാറ് കയറി ദൂരെ എത്തുമ്പോഴത്തേക്കും അവരെന്തെങ്കിലും കിടിപിടി പ്രശ്നങ്ങൾ കാണിക്കും, പോലീസ് ചിരിച്ചോണ്ടായിരിക്കും നേരിടുന്നത്. അവർക്കറിയാം തീരുവന്ന്, വലിയ അതിന്റെ അപ്പുറം കടക്കില്ല, ഇതായിരിക്കും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ഗ്രനേഡ് പൊട്ടും, അതോടെ ആ നേതാവിനെ കുറച്ച് ജലബീരങ്കി അടിക്കും, അവർ രണ്ടുപേരും തറയിൽ വീഴും, അവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് പോകും, തീരും, അവിടെ തീരും. അത്രയുള്ള പ്രതിഷേധം. പക്ഷേ ഇപ്പോൾ എന്തായാലും ഇവർ യൂത്ത് കോൺഗ്രസ് എന്തായാലും ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അവർ വളരെ സജീവമായി രംഗത്ത് ഇറങ്ങി. ഏതായാലും അത് മുഖ്യമന്ത്രിയുടെ യാത്ര തന്നെ കൊല്ലത്തതിന് ശേഷമാണ് ആ ഒരു ഉത്സാഹം അവർക്ക് വർദ്ധിച്ചതെന്നുള്ള മറ്റൊരു കാര്യം. എങ്കിൽ പോലും അവർക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഈ മൂത്ത കോൺഗ്രസ്സുകാർ പേടിച്ച് മാറി ഒളിച്ചിരിക്കുമ്പോൾ ഈ ഇളയ കോൺഗ്രസ്സുകാർ ഇറക്കിയിരിക്കുന്നത് ഒരിക്കലും ഭരണകക്ഷിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവർ വിചാരിച്ച ഇവർ അതുപോലെ തന്നെ ആയിരിക്കും, ഇവരങ്ങ് മിണ്ടാണ്ടിരിക്കും എന്നാണ് വിചാരിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ അവരും കൂടെ സമരത്തിന് ഇറങ്ങിയപ്പോൾ മാത്രമല്ല, എത്രയോ കേസുകൾ പ്രതിയായ SFI നേതാക്കന്മാർ ആരും അറസ്റ്റ് ചെയ്യുന്നില്ല. അവർ പോലീസിന് മുഖത്ത് ബഹളം വെക്കാണ്ട് ഇത്ര സ്നേഹത്തോടെയാണ് അവരെ വണ്ടിയിലേക്ക് ആനയിക്കുന്നത്. പ്രശ്നം ഉണ്ടാക്കല്ലേ, പ്ലീസ് വന്ന് ഇരിക്കും, അവനോട് തോന്നും തൊഴുതുകൊണ്ട് പ്ലീസ് ഒന്ന് വണ്ടി കയറിക്കോളൂ പൊന്നെ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ മോശമാണ് ശരിക്കും പറഞ്ഞത്. ഇത് ആൾ കാണുന്നുണ്ട്. പണ്ട് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ബൂർഷ മാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ കാലത്ത് മാമര ബൂർഷ മാധ്യമങ്ങൾ പറഞ്ഞു വരത്തിന് കള്ളമാണെന്ന് പറയും. ഇപ്പം അങ്ങനെയല്ല, ജനങ്ങൾ കാണേണ്ടത്. പിന്നെ ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതാണ് അവരെ മുന്നിലുള്ളത്, ഓപ്ഷനില്ല. അതുകൊണ്ട് പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും പുസ്തകങ്ങളൊക്കെ പറയാറുള്ളത് പോലെ പുതിയ തലമുറ അതൊക്കെ കാണുന്നുണ്ട്. ഇതിവിടെ വലിയൊരു അരാഷ്ട്രീയ തലമുറ ഭാവിയിൽ വലിയ താമസമില്ല, അതിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കുറേ കഴിയുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായ രാഷ്ട്രീയ തലമുറയാവും. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയം ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ചോദിക്കും, ഇപ്പോൾ ആർക്കാണ് ഇപ്പോൾ ഒരാളുടെ ഇടയിലും ഈ മൂന്ന് പാർട്ടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വിശ്വാസമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഒരു 80% പേരതായിരിക്കും നോക്കുന്നത്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയമില്ല. കാരണം ഇവിടുത്തെ ഈ ഒരു ഡേർട്ടി പൊളിറ്റിക്സ് കാണാൻ സമയം, അവർക്ക് ഇതിനെക്കാട്ടി കുറെ കാര്യങ്ങളുണ്ട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇത് ചെയ്യുന്നുണ്ട്. ഈ രാജ്യം മാത്രമല്ല അവരുടെ കൈക്കുള്ളിലുള്ളത്. ഇപ്പം എന്തായാലും ഈ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ അവർക്ക് വിദേശത്ത് പോട്ടെ. കാരണം നമ്മുടെ നേതാക്കന്മാരെല്ലാം മക്കൾ വിദേശത്ത് നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ ഇവരെ അങ്ങോട്ട് വിട്ടാൽ ഇവരവിടെ ചെന്ന് അവരെ സഹായിച്ച് ഒരുമിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു സ്വസ്ഥമായിട്ട് അവരൊക്കെ അങ്ങ് ജീവിച്ചോളും. അപ്പോൾ നമ്മൾ സംഭവിക്കാൻ പോകുന്നത് രാഷ്ട്രീയത്തിൽ ഈ അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട്, അത്ര പശ്ചാത്തലം ഇല്ലാത്ത ആളുകൾ പിന്നെ ഇത് നമ്മുടെ ജനാധിപത്യം കൈയേറും. പിന്നെ ജനാധിപത്യം അവരുടെ കയ്യിലേക്ക് പോവുകയും ഇപ്പോൾ സംഭവിക്കുന്നത് പോലെയുള്ള പല വിഷയങ്ങളും അന്നുണ്ടാവുകയും ചെയ്യും. അതാണ് ശരി. നമ്മൾ പലപ്പോഴും ശരത്തും പറയുന്നത് കൂട്ടുകാരെല്ലാം വിദേശത്തേക്ക് പോവുകയാണെന്ന്. അപ്പോൾ അത് ഒരു സത്യമാണ്. അത് പുതിയ തലമുറയ്ക്ക് ഇവർ ഇന്നും വിശ്വാസമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇതൊക്കെ മാറുകയാണ്. എന്താണെങ്കിലും ഇത് ശരിയല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമ നടപടിയൊക്കെ അവർ സ്വീകരിച്ചോട്ടെ, കോടതിയും ഇവിടെ എല്ലാ നിയമ സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ അതിന് പകരം ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ല. ഏതായാലും ഇന്ന് കേരളത്തിൽ ശക്തമായ പ്രതിഷേധ യൂത്ത് കോൺഗ്രസ് ഉയർത്തി എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കുറേ കാലമായി ഇത് അങ്ങനെ ഈ UDF ഒക്കെ നിശബ്ദമായിരുന്ന ഒന്ന്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റെടുത്തു സമരം ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ള ഈ ദിവസങ്ങളിൽ. ഇത്തരത്തിലുള്ള ഈ കേസിൽ വേറെയും പ്രതികളുണ്ട്. പിന്നെ അവരുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ പുലർച്ചയ്ക്ക് 5 മണിക്ക് 3 മണിക്കൊക്കെ ചെല്ലുമ്പോൾ പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. VD സതീശനും പ്രതിയാണെന്ന് തോന്നുന്നു. പ്രതിപക്ഷ നേതാവ് അന്നത്തെ സെക്രട്ടറിയുടെ മുന്നിലെ സംഭവങ്ങളിൽ പ്രതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. കേസെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേരള രാഷ്ട്രീയം ഇത് എന്താണ്, ഏത് ദിശയിലേക്കാണ് ഇനി അങ്ങോട്ട് പോകുന്നതെന്ന്. നമസ്കാരം.